ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹിന്ദി എക്സാം ഡിസ്കസിങ് ബ്ലോഗാണ്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദി എക്സാം റിവ്യൂ എന്നൊക്കെ പറയാം. സോ ഗൈസ്, എന്തായാലും ഹിന്ദിയുടെ അഭിപ്രായമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ ഡോണ്ട് സ്കിപ്പ് ഇറ്റ് ഗൈസ്. ആൻഡ് അതിന് മുമ്പ് പറയട്ടെ, കെമിസ്ട്രിയുടെ സ്റ്റഡി ബ്ലോഗ് ഇടാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് ഒട്ടും അറിയൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെമിസ്ട്രി ഇപ്പോൾ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോണേ ഉള്ളൂ. കാര്യം ഇപ്പം ട്യൂഷൻ കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ളൂ. ഇപ്പം ടൈം 6:30 എന്തായാലും എനിക്കറിയില്ല ഇടാൻ പറ്റൂലേന്ന്. ഡെഫിനറ്റ്ലി ഞാൻ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. സോ നമ്മുടെ ഹിന്ദിയുടെ പേപ്പർ ദേ വരുന്നു ഗൈസ്. ടടാൻ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഹിന്ദിയുടെ പേപ്പർ എന്ന് പറയുന്നത്. പൊതുവേ ഗൈസ്, ഞാൻ സത്യസന്ധമായി ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, ഹിന്ദി എനിക്ക് അത്യാവശ്യം എളുപ്പമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഹിന്ദി നല്ല ടഫ് ആവുന്നതാണ്. കാര്യം എന്താ പറയുക, മറ്റേ മേരി ദുനിയാക്കി തമാം ബച്ചേ, പിന്നെ കേശവൻ്റെ ചാപ്റ്റർ, അതുപോലെ റെയിൻ ബസേരെ മേം, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സാധാരണ ടഫ് ആവാറാണ് പതിവ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ടഫായിരിക്കുന്നതാണ്. പക്ഷേ എന്നാൽ എനിക്ക് ആവറേജ് എബോവ് ഇഷ്ടമായിട്ടോ ഈ ഒരു ഹിന്ദിയുടെ എക്സാം എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളി എന്നല്ല, എന്നാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു എക്സാം ആയിരുന്നു ഹിന്ദി. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് ഹിന്ദിയുടെ ഫസ്റ്റ് സംഭവമാണ്. ഗിഡ്കി എന്ന് പറഞ്ഞിട്ടുള്ള ലഘുകഥ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഷാളാണ്. സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ലാസ്റ്റ് ഭാഗത്ത് നിന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പഡ്ഗതയായിരുന്നു. എക്സാക്ട് സെയിം പഡ്ഗത എനിക്ക് ടീച്ചർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ഹൈക്കു ആയിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രഡീഷൻ ഗൈസ്, കറക്റ്റായിട്ട് ഹൈക്കു വന്നു. വേറൊന്നുമല്ല, പിതാനെ ഡൂഡി തന്നിട്ടുള്ള ആ ഒരു ഹൈക്കു ആണ്. നമ്മുടെ ഗോപാൽ ബാബു ശർമ്മയുടെ ഹൈക്കു ആയിരുന്നു. സോ അതിൽ ഫോർത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ തേർഡാണ്, വൃദ്ധാവസ്ഥ. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ ശരിക്കും പറഞ്ഞാൽ ഹൈക്കുവിൻ്റെ ആശയം ഞാൻ പഠിച്ചിട്ടും എനിക്ക് കിട്ടണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഹൈക്കുവിൻ്റെ. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല മാർക്ക് കിട്ടുമില്ലേ ഇല്ലേന്ന് എനിക്കറിയില്ല, എന്തായാലും കിട്ടും എന്നാണ് പ്രതീക്ഷ. സോ അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത് റെയിൻ ബസേരെ മേം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ റെയിൻ ബസേരെ മേമിൽ നിന്ന് 2 പാരഗ്രാഫ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ റെയിൻ ബസേരെ മേമിൻ്റെ അടുത്ത പാരഗ്രാഫ്. സോ ഈ ഒരു പാരഗ്രാഫിൽ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ നമ്മുടെ പാരഗ്രാഫ് ലാസ്റ്റ് ഭാഗത്തുണ്ട്. 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാത്ഷീത്താണ്. ഒന്ന് നമ്മുടെ ലേഖകൻ ആ ഒരു ടൈമിൽ നടന്ന സംഭാഷണം, ലേഖക് ആൻഡ് പകലാത്മി ആയിട്ടുള്ള സംഭാഷണം, എക്സാക്ട് സെയിം സംഭാഷണം നമ്മുടെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ട്യൂഷൻ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ബാത്ഷീത്തായിരുന്നു, ചോട്ടും ലേഖകനും തമ്മിലുള്ളത്. അതെനിക്കധികം പിടിയില്ല, പക്ഷേ എനിക്ക് പാകലാത്മിയും ലേഖകനും തമ്മിൽ അത്യാവശ്യം അറിയായിരുന്നു. സോ അതങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മേരി ദുനിയാക്കി തമാം ബച്ചേ. ഈ ഒരു ചാപ്റ്റർ എനിക്ക് ശരിക്കും മനസ്സിലാവുണ്ടായിരുന്നില്ല. ഫുൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും എന്ന് ഉറപ്പായിരുന്നു. കാര്യം ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫുൾ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. ഞാൻ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്, കുറേ തീമുണ്ട് ആ ഒരു ചാപ്റ്ററിൽ, കുറേ മീനിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. സോ 8th ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നുള്ളതായിരുന്നു. ആൻഡ് 9th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സെയിം ആയിട്ടുള്ള ആശയം വരുന്ന വരി എടുത്ത് എഴുതാനായിരുന്നു. അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിത ക ആശയം. ഇത് എനിക്ക് വരും 100% ഉറപ്പായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു കവിതയിലെ ആശയം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് തീരൂല, അത്രത്തോളം വലിയ കവിതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ വേർഡ്സൊക്കെ ചേർത്ത് പഠിക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു. പക്ഷേ സൈലം കണ്ടപ്പോൾ ഞാൻ ആ ഒരു സ്നേഹ ടീച്ചറിൻ്റെ ഇത്തിരി പോയിന്റ്സൊക്കെ നോട്ട് ചെയ്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു പേജ് കവർ ചെയ്യുന്ന ഒരു ആശയം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അതിന് മാർക്ക് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഗൈസ്. 4 മാർക്കാണ്, അതാണോ ആലോചിക്കേണ്ടത്. അതിന് ശരിക്കും ഈ ഒരു 4 മാർക്ക് പോയി കഴിഞ്ഞാൽ A+ പോയി എന്ന് പറയാം. സോ എന്തായാലും അതൊക്കെ പോയിട്ട് നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. പിന്നെയും റെയിൻ ബസേരെ മേമിന്നായിരുന്നു. അതിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കായിരുന്നു കേട്ടോ ഈ ഒരു റെയിൻ ബസേരെ മേമിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വാക്യ പിരമിഡ് ആൻഡ് പോസ്റ്റർ. വാക്യ പിരമിഡ് കുഴപ്പമില്ല, അടിപൊളിയാണ്. ആൻഡ് പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക September 5 ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പോസ്റ്ററായിരുന്നു. ഇത് എക്സാക്ട് സെയിം സ്റ്റൈലത്തിൽ കാട്ടി. എന്തായാലും സോ ഹാപ്പി, അതും എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അടുത്തെന്ന് പറയുന്നത് വൈറ്റ് ക്യാപ്പ്. ഇത് ഞാൻ നല്ല വെയിറ്റിംഗ് ആയിരുന്നു. കാര്യം കേശവൻ്റെ ചാപ്റ്റർ എനിക്ക് പക്ക അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ 13th ക്വസ്റ്റ്യനിൽ ആൻസർ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. സോച്ച ഹോഗ എന്ന് പറയുമ്പോൾ എന്താ ആലോചിച്ചെന്ന് എനിക്ക് അധികം പിടി കിട്ടിയില്ല, എന്നാലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
ആൻഡ് 14th ക്വസ്റ്റ്യൻ ആണ് ഡയറി അല്ലെങ്കിൽ ലെറ്റർ. അപ്പോൾ ഞാൻ ഡയറി ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. കാര്യം പത്രിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ദാദാജിയുടെ അടുത്ത് പറയുന്ന ഒരു എന്ന് വെച്ചാൽ കത്ത് അയക്കുന്നതാണല്ലോ, അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഞാൻ ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നു. ഡയറി അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം മാർക്ക് വരുമ്പോൾ കാണാം. എനിക്ക് എല്ലാവരും ഇഷ്ടമായിട്ടോ. ഇനിയിപ്പം തെറ്റോ എനിക്ക് അറിയില്ല ഒന്നും. ആൻഡ് 15th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൽ ആൻസർ എന്താ പറയുക, ശീർഷക് എന്ന് വെച്ചാൽ ഒരു ഹെഡിങ് കൊടുക്കാനായിരുന്നു. അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു കാശ്മീരിൻ്റെ ഒരു എന്തോ സംഭവമാണ് തന്നിട്ടുള്ളത്. അതെനിക്ക് മനസ്സിലായി വായിച്ചപ്പോൾ. നമ്മുടെ ടെസ്റ്റിലത്തുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഇൻഡയറക്റ്റ് ആയിരുന്നു. ആൻഡ് 16th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിലുള്ള സർവനാമമാണ്. ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കും ഗൈസ്. കാര്യം ഫോണിൽ കുറേ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളൊന്ന് ക്ഷമിക്കാം. കാര്യം ഞാൻ ഇത്ര സ്പീഡിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ എക്സാമാണ് നാളെ. അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോഴാണൊന്ന് വീട്ടിലെത്തിയത്. ഇനിയിപ്പോൾ 7 മണി 7:30 ആകുമ്പോൾ എനിക്ക് കെമിസ്ട്രി പഠിക്കാതിരിക്കാൻ പറ്റുക. കെമിസ്ട്രിയുടെ സ്റ്റഡികളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. സോ 16th ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ വഹു ആണ് എഴുതിയത്. വഹു ഉസ് എന്നാണല്ലോ, അപ്പം വഹു എഴുതി. ആൻഡ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഊഞ്ചെ പഹാഡ് എന്നുള്ളതിൽ ഊഞ്ചെ ആണ് അവിടെ വിശേഷൻ ശബ്ദമായിട്ട് വരുന്നത്. അതായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് 17th ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് സേബ് കെ ലിയെ. അപ്പം ഇതാണ് നമ്മുടെ ഹിന്ദിയുടെ പേപ്പർ എന്ന് പറയുന്നത്. ഹിന്ദിയുടെ ഞാൻ എഴുതിയ ആൻസർ. ഇതിൽ തെറ്റോ ശരിയോ ഉണ്ടാവും. തെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ എഴുതിയ ആൻസറാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തെറ്റുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എക്സാം ഉണ്ടായിരുന്നു, നന്നായിട്ട് എഴുതാൻ പറ്റിയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ വേറൊന്നുമല്ല, SSLC ഓണം എക്സാമിൻ്റെ സൈലത്തിൻ്റെ കെമിസ്ട്രി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, എനിവേ ഗൈസ്, ഞാൻ പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ്. കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. കാര്യം എനിക്ക് സൈലം നോക്കിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ കെമിസ്ട്രി ആണെങ്കിലും പഠിക്കാനുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ അത്യാവശ്യം. സോ അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ഈ ഒരു വീഡിയോ എടുത്ത് പോയിട്ടുള്ളത്. സോ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഹിന്ദി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. എനിക്ക് ആവറേജ് എബോവ് ആയിരുന്നു ഈ ഒരു ഹിന്ദി എക്സാം എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളി എന്നല്ല, എന്നാലും കുഴപ്പമില്ലാതെ നന്നായിട്ട് ഒരു മിനിമൈസ് ചെയ്ത് എഴുതാൻ പറ്റിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളം ഫസ്റ്റിൻ്റെ സംസ്കൃതം അറബി അതിൻ്റെ ഒരു ഡിസ്കസിങ് ബ്ലോഗ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം ഞാനത് എടുക്കണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എനിക്കറിയില്ല, എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കും. കാര്യം കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം ഫോർമുലാസൊക്കെ പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കണം. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഭയങ്കര ധൃതിയാണ്. ഒറ്റ ശ്വാസത്തിലാണ് ഇതൊക്കെ പറഞ്ഞു തീർത്തത്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഡിയേഴ്സ്.